വീഡിയോ എന്ത് പണി? വീഡിയോ മാറ്റാൻ ഉച്ചക്ക് കിടന്നിറങ്ങാൻ ചാക്കാത്തിനെടുക്കേനു. ഇവിടെ കിടന്നാൽ ചന്തിക്ക് ഒരു സുഖം കിട്ടൂല. ഇല്ല കല്ല് മൊത്തം ചന്തിക്കായിരിക്കും. നീ എന്നാണ് കളിക്കുന്ന കുറച്ച് അനങ്ങി കൊത്ര നിനക്ക് തുമ്പീനാറ്റം കൊത്തുന്നോള് കൊത്തുന്നോള്. എന്നെ കൊണ്ടിത്തിരിയാവും, നിന്നെ കൊണ്ടാവും. നീ ചെയ്തോ, ഞാൻ ഇങ്ങനെ ചെയ്യൂ. പിന്നെ നീ എന്തിനാ പണിക്ക് വാങ്ങി? അനക്ക് കൈവേദന, നിന്നെ കൊണ്ടാ നീ ചെയ്തോറാ. എണേ എന്റെ ഇന്ന് അളവാവും തോന്നില്ലണേ. നീ ഒന്ന് സഹായിക്കണേ, വൈകുന്നേരം ആകുമ്പോ ആയിട്ടില്ലെങ്കിൽ. ഞാൻ നീർത്തം വരിക ഞാൻ പണിയെടുക്കും. നിങ്ങളാവുന്ന ഞാൻ തോന്നില്ല. എന്നാ അപ്പ എഴുതി എന്നെ ഉച്ചക്ക് പോയിട്ട് എനക്ക് കുറച്ച് അടിക്കാനുണ്ടേനു. അത് ആ സമയം നീ ഒന്ന് എന്റെ അനങ്ങി കൊത്തണോ? നമ്മളും പണിയെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൈവേദന ആയോണ്ടല്ലേണേ. നിനക്ക് മാത്രമേ കൈവേദനയല്ലേ ഉള്ളൂ, നമുക്കും കൈവേദനയും കാൽവേദനയും ഉണ്ട്. ഒരു സഹായിക്കാത്തവരപ്പ ഒന്നൊരു ആവശ്യം പറഞ്ഞാൽ ഞാൻ ഉച്ചക്ക് തീർത്തം വരിയില്ല വരാൻ ഞാൻ തീർക്കും. അനക്കൊന്നും അളവ് പൂർത്തിയാക്കാനാവില്ല. എല്ലാ ദിവസവും ഇത്ര അളവൊന്നോ. പിന്നെ എന്തിനാ പിന്നെ എനിക്കും എന്തിനീ? അതേതാണ് ഞാൻ പെണ്ണ് പോന്ന്. അതാ കോമളേന്റെ മോളല്ലേ? എന്തിനാണിപ്പോ പെണ്ണിന്റെ എല്ലാം വിചാരം ചുണ്ടിൽ ഒരു 1000 കണക്കിന് ലിപ്സ്റ്റിക്കും വാരി തേച്ചിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണത് പോകുന്നത്. പെമ്പിള്ളൊക്കെ ഇപ്പൊ ലോകം തിരിയുന്നില്ല. ഇപ്പൊ ഉടുതുണി അല്ലാണ്ടല്ലാണ്ട് പിന്നില്ലേ അപ്പുറത്തെ കിങ്ങിണിയില്ലേ? ഞാൻ ഇന്നലെ ഉഷേന്റെ മോള് ഞാൻ ഇന്നലെ മാവേലി സ്റ്റോറിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ സ്റ്റാൻഡിൽ ഇരുന്നൊരു ചെക്കനോട് കൊഞ്ചുന്നു. നാട്ടില് മിണ്ടാണ്ട് നല്ല കുലസ്ത്രീനെ പോലെ നടക്കുന്ന പെണ്ണ്. അങ്ങനത്തെ ഇന്നലെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഈ പെണ്ണിനെയാണോ ഇത്? ഞാനിത് എല്ലാരോടും വിളിച്ച് പറയട്ടോ. ഞാൻ എന്റെ ഗ്രൂപ്പിലും കിട്ടേക്കാം. കുടുംബശ്രീ സ്ത്രീകളെ, നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യം, അമ്മായിന്റെ ഉഷാവിന്റെ മോള് ഇരിട്ടിട്ടാണെന്ന് ആരോടോ ഇപ്പൊ കണ്ടിന് പോലും. ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെയൊന്നും പറയാറണെങ്കിൽ കാണിച്ചിട്ട്. ഹലോ കുടുംബശ്രീ സ്ത്രീകളെ, ഉഷേന്റെ പെണ്ണ് ഏതോ കാറ് കയറി പോയിനോ ഏതോന്റെയോ കൂടാ. അതും കിടക്കട്ടെ. എങ്ങനെ കണ്ടു നോക്കി എന്റെ ഫോൺ എടുത്തിട്ട് അതൊന്നും എനക്ക് നോക്കാൻ അറിയില്ല. നീ നോക്കോ. 100 ആൾ കണ്ട എല്ലാരും അതേ ഭാഷ പറയട്ടെ. പെണ്ണിന്റെ എല്ലാം പഠിപ്പ് പണം വെച്ച് വരുന്ന പെണ്ണല്ലേ. രമണീന്റെ ചെക്കനല്ലേ? അതെ, അത് രമണീന്റെ മോൻ തന്നെയല്ലേ. ആ ചെക്കൻ എപ്പോഴും സ്പീഡിലാ പോകുക. ആ ചെക്കന്റെ തല കണ്ടാത്തിരി ആ ചെക്കൻ കഞ്ചാവാന്ന്. അതെ അതെ, കുറെ തലയും വീർപ്പിച്ച് മുടിയൊന്നും മുറിക്കില്ല. പൈസ ഇല്ലായിട്ടാ മുടി മുറിക്കാൻ. ശരിക്കും കഞ്ചാവാന്ന്. അതെയാ? മറ്റേ ഉഷയെല്ലാം പറയുന്ന കഞ്ചാവാന്ന് പറഞ്ഞിട്ട് ഞാനും കേട്ടിന് പറയുന്നത്. അതെയാ? എന്തിനെല്ലാന്നോ ഇപ്പൊ അങ്ങ് ബാംഗ്ലൂര് എവിടെയെല്ലാം പോക്കുണ്ട്. എല്ലാരും പറയുന്നുണ്ട് ബാംഗ്ലൂർ പോയാൽ കഞ്ചാവാകുന്നു. അതൊന്നും നമ്മ ബാംഗ്ലൂർ ഇത്ര പ്രത്യേകത. ഇല്ലാണ്ടല്ല പോലും പിള്ളേർ നടക്കുന്നു. അതെയാ? നമുക്ക് പോയി നോക്കണം ഒരു ദിവസം.